ദിയ ദിയ എന്താണെന്ന് കുറയ്ക്കുന്നത്? ഞാൻ ഇവിടെ ഇരിക്കുന്ന കണ്ടൂടെ? നീ എന്തിനാ സർവന്റിനെ പറഞ്ഞു വിട്ടത്? ഒരു വീട്ടിൽ 2 സർവന്റ് ആവശ്യമില്ല. നീ എന്റെ അമ്മയെ വെറും സർവന്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ എല്ലാ ജോലിയും കൂടെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അമ്മയ്ക്ക് ഒന്നാമത് വയ്യാത്തതാണ്. ശരി, സർവന്റിനെ തിരിച്ചു വിളിക്കാം. പക്ഷെ നിങ്ങൾ തള്ള എവിടുന്ന് പറഞ്ഞു വേണം. ഇവിടെ ഞാൻ നിങ്ങൾ മാത്രം മതി. അച്ഛൻ മരിച്ചിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അതിനു മുമ്പ് അമ്മയെ ഞാൻ ഒറ്റയ്ക്ക് നാട്ടുകാർ ബന്ധുക്കൾ എന്നെ പറയും. അതുകൊണ്ട് അമ്മ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. ആരും ഇല്ലാത്തോണ്ട് കൊണ്ടുവരാനുള്ള സ്ഥലം ഇതാണോ? ആരും ഇല്ലാത്തവരെ കൊണ്ടാക്കേണ്ടതേ വല്ല ഓൾഡ് ഏജ് ഹോമിലാണ്. അവിടെ കൊണ്ടാക്കും. അമ്മയെ വൃദ്ധസദനത്തിലാക്കാനാണോ നീ പറയുന്നത്? ഞാൻ അമ്മയെ വൃദ്ധസദനത്തിലാക്കിയാലേ നോക്കാൻ വയ്യാനിട്ടാണെന്ന് എല്ലാരും പറയും. അല്ലെ തന്നെ താൻ എങ്ങനെ നോക്കാനാ? തന്റെ ചെലവ് മൊത്തം എന്റെ പണം കൊണ്ടാ നടക്കുന്നത്. പിന്നെ ആ തള്ളയെ കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നേ? അതെ, എനിക്ക് എന്റെ വീട്ടിൽ കുറച്ച് ഫ്രീഡം വേണം. ഇങ്ങനെയുള്ള യൂസ്ലെസ്സിനെ എന്റെ നിർത്താനൊന്നും പറ്റൂല. അവർ പറഞ്ഞു വിടാൻ നോക്ക്. ഇനി നിനക്ക് ആ വീട്ടിലൊരു സമാധാനം ഉണ്ടാവില്ലല്ലോടാ. അല്ലേ തന്നെ ആ വീട്ടിൽ എനിക്ക് എന്തോ സമാധാനമാണുള്ളത്. അവളെ കെട്ടിയതോടെ എന്റെ ഉള്ള സമാധാനം കൂടെ പോയി. എടാ, അവളെ കെട്ടിയതുകൊണ്ട് നിന്റെ കടക്ക് തീർന്നേ. പിന്നെ അവളുടെ അച്ഛൻ്റെ നല്ല പൂത്ത കാശല്ലേ. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവളുടെ മുന്നിൽ എനിക്കൊരു പട്ടിയുടെ വില പോലും ഇല്ലാത്തത്. ഇപ്പോഴാണെങ്കിൽ അമ്മ ആ വീട്ടിലുണ്ട്. അവൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പോലും അറിയത്തില്ല. എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹത്തൊരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. അമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കാൻ അവൾ പറയുന്നത്. അങ്ങനെ ചെയ്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ? എടാ, നീ അവള് പറയുന്നത് കേട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക്. എങ്കിലും നമുക്ക് ബിസിനസ് ചെയ്യാനുള്ള പൈസ കിട്ടത്തുള്ളൂ. എടാ, അവൾ എന്ത് പറഞ്ഞാലും നീ മൈൻഡ് ചെയ്യണ്ട. അവളൊന്ന് സ്നേഹത്തോട് നിർത്താൻ നോക്ക്. അയ്യേ മുട്ടി. എന്താ മോളെ? എന്താ ഈ ഫുഡ് ഫുള്ള് നിങ്ങൾ കൂടിയാ? എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വൃത്തിക്ക് മേലേക്ക് അടുക്കള നിക്കണമെന്ന്? ഇതെങ്ങനാ ഇപ്പൊ തൊടി കട നിനക്ക് വീട്ടിൽ കയറ്റി ആലോചിക്കണം. മോളെ അറിയാണ്ട് പറ്റിയത്. ഞാൻ വേറെ എടുത്തു തരാം. എനിക്ക് നിങ്ങളെ ഫുഡിന് വേണ്ട. യൂസ്ലെസ്. പറകൊട്ടി. ദിയ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇപ്പൊ പറ്റില്ല. റീൽസ് എടുക്കുന്ന കണ്ടൂടെ? നിനക്ക് എന്നെ ഒരു 2 മിനിറ്റ് പോലും സംസാരിക്കാൻ സമയമില്ലേ? സൗകര്യം ഇല്ല. ഇതെന്റെ റീൽസ് എടുക്കുന്ന ടൈമാണ്. എന്റെ ഫോളോവേഴ്സ് ഒക്കെ വെയിറ്റിംഗാ. അതിനിടയ്ക്ക് തന്റെ ഒരു സംസാരം. എന്നോട് സംസാരിച്ചിട്ട് നിന്റെ റീൽസ്. വിഷ്ണു, എന്നോട് ഇങ്ങനെ അധികാരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ തന്നിട്ടില്ല. നീ എവിടെയാണ് നിക്കണെന്നുള്ള നല്ല ബോധം നിനക്ക് വേണം. എന്റെ അച്ഛന്റെ പണം കൊണ്ടുണ്ടാക്കിയ വീടായത്. അവിടെ വന്ന് ഇങ്ങനെ നിലനിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ശരി, ഞാൻ നട്ടല്ലാത്തവൻ തന്നെ. പക്ഷെ എന്റെ അമ്മ എന്ത് പിഴച്ചു? ഒരു വേലക്കാരി പോലെയല്ലേ നീ എന്റെ അമ്മയെ കാണുന്നത്? നീയും എനിക്ക് വേലക്കാരനെ പോലെ തന്നെയാ. നിനക്ക് അത്ര വിഷമാണെങ്കിലേ നീ നിന്റെ അമ്മയെ കൊണ്ടുവന്നില്ല ഓൾഡ് ഏജ് ഹോമിലും ആക്ക്. എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത്. എന്റെ ഡൈനിങ്ങിൽ നിന്ന് വീഴുന്ന ഇച്ചിൽ നിന്ന് ജീവിക്കുന്ന നീയാണോ എന്റെ നേരെ കൈ നീട്ടിയത്? എന്റെ ഡാഡിയുടെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിച്ച പണത്തിന്റെ കണക്ക് നീ മറക്കരുത്. എനിക്ക് തട്ടി കളിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും കളിപ്പാട്ടം മാത്രമാണ് നീ. അത് നീ മറക്കണ്ട. ഇനി കൂടുതൽ നീ സംസാരിക്കാനുണ്ടോ? ആശ റീൽ എടുക്കാനുള്ള ടൈം കൂടെ വേസ്റ്റ് ചെയ്തു. എന്തോ കഴിക്കാനുള്ളതാണെന്ന് തോന്നുന്നല്ലോ. നല്ല മണം. ഇത് നിങ്ങൾ അടുത്ത് കഴിച്ചോ? ഇത് എനിക്ക് കഴിക്കാൻ വാങ്ങിയതാ. ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും അമ്മ കഴിച്ചിട്ടില്ല. അറിയാതെ എടുത്തു പോയതാ. ഇതെന്ത് തട്ടുകടയിലെ വടയാണെന്നാണ് നിങ്ങൾ കരുതിയിരുന്നേ? ഇതിന്റെ വില എത്രയാണെന്ന് അറിയോ? ലഡി. എന്തായാലും നിങ്ങൾ നാണവില്ലെന്ന് എടുത്തതല്ലേ? ബാക്കി കൂടെ എടുത്ത് കഴിക്കി. നീ ആ തറ കിടക്കണ ആര് കഴിക്കാനാ? എടുത്ത് വിഴുങ്ങതും കൂടെ. ഒരു മാരൻ ഇവിടെ വന്ന് കേറിയിട്ടുണ്ട്. ആ സാധനം കാരണം മര്യാദയ്ക്കൊന്ന് വിളിക്കാനോ സംസാരിക്കാനോ പോലും പറ്റുന്നില്ല. അയ്യോ, ഇന്നോ? ഞാനൊന്ന് നോക്കട്ടേടാ. മോളെ, ഇതുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടാലേ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ എന്തേലും പറയും. എന്റെ ഡ്രസ്സിനെ പറ്റി പറയാൻ നിങ്ങൾ ആരാ? അതെ, ഇത് എന്റെ വീടാ. നിങ്ങൾ വരെ പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പൊക്കോളണം. അയ്യോ, എന്റെ സാരി! അടുത്ത ദിവസം തള്ളേ നിങ്ങൾ ഈ സാരി എടുത്ത് കഴിക്കരുത്. സാരമില്ല മോളെ, ഞാൻ എന്റെ തുണി അലക്കിയപ്പോ അലക്കില്ല. അയ്യോ, വിഷ്ണു, ഇത് കണ്ടോ? എന്റെ 10,000 രൂപയുടെ സാരിയാ. എന്റെ ഡാഡി ഗിഫ്റ്റ് ചെയ്യുന്നല്ലേ എനിക്കിത്. എന്റെ ഡാഡി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ.
ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതുപോലത്തെ സാധനങ്ങൾ വിളിച്ച് വീട്ടിൽ കയറ്റരുതെന്ന്. അമ്മ എന്തിനാ അവളോട് ചോദിക്കാതെ അവളുടെ സാരി എടുത്ത് കഴിയത്? ഇനി അവളോട് ചോദിക്കാതെ അവളുടെ ഒരു സാധനം എടുക്കല് കേട്ടോ. മോനെ നീ എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കും. വന്നേ ഇപ്പോഴും വരെ ദിയ അമ്മ ഒരു എവിടെ പോയി കിടക്കണ തലവേദന എടുത്തിട്ട് പാടില്ല. ഇനി ചായ വേണമെങ്കിൽ ഞാൻ ഇട്ട് കുടിക്കണമായിരിക്കും. നിങ്ങൾ എവിടെ പോരുന്നേ? മോളെ അയൽക്കൂട്ടത്തിലെ ലോണിന്റെ കാശ് കൊടുക്കാനേ അപ്പുറത്ത് ഗീതയുടെ വീട് വരെ പോയതാ. കാശ് കൊടുക്കാൻ പോയതോ അതോ എന്നെ പറ്റിയുള്ള കുറ്റം പറഞ്ഞ് രസിക്കാൻ പോയതോ? അയ്യോ മോളെ എഴുതാപ്പുറം വായിക്കല്ലേ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ആവശ്യമില്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും പോയിരിക്കരുതെന്ന്. അതെ, എനിക്കിവിടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അയൽക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു സമയം ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. എന്നിട്ട് അവിടെ എവിടെയും പോരുന്ന എന്റെ കുറ്റം പറഞ്ഞ് രസിക്കലാണ് പ്രധാന ഹോബി. അതെ, അയൽക്കൂട്ടവും പരിപാടികളൊക്കെ ഇപ്പൊ വെച്ച് നിർത്തിക്കൊള്ളണം, പറഞ്ഞാട്ടല്ലോ. പിന്നെ വിഷ്ണു ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന കാശൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാ, എനിക്ക് സുഖിക്കാനുള്ളത്. അതിങ്ങനെ അവിടെ ഇവിടെ നടന്ന് ലോൺ അടച്ച് തീർക്കാനുള്ളതല്ല. ഇനി ലോൺ അടയ്ക്കാനെന്നും പറഞ്ഞ് പൈസ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ അമ്മ ബന്ധം ഉണ്ടല്ലോ, അത് ഞാൻ വെച്ചങ്ങ് അവസാനിപ്പിക്കും. പോയി ചായ എടുത്തിട്ടോ. അപ്പോ എടാ അനന്തു, നീ വരുന്നവരൊന്നും പറഞ്ഞില്ലല്ലോ. സർപ്രൈസോ? നീയോ? എനിക്കോ? വാ കേറി വാ. എന്ത് കാഴ്ച കാണാനാ നിക്കുന്നേ? ഇനി ചായ എടുക്കാൻ പ്രത്യേകം പറയണോ? പോയി ചായ എടുക്ക്. ആര് വന്നാലും അപ്പ വരും, ആരാ നോക്കാൻ വേണ്ടിട്ട്. നീ വന്നേ. പിന്നെ നീ ഇന്നലെ വിളിച്ചപ്പോ പോലെ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോടാ. എന്റെ ഭർത്താവ് ഇല്ലാത്ത സമയം നോക്കി വന്നതാണ്. പോടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? നിനക്കല്ലേ വിശേഷം? എനിക്കെന്താ വിശേഷം? എങ്ങനെയൊക്കെ പോണേ. ഷർട്ട് പുതിയതാ? അല്ല, പഴയത്. കൊള്ള രസമുണ്ട് ചേരി. ഒരു മാനേഴ്സും ഇല്ലാത്ത സ്ത്രീ. മോളല്ലേ ചായ ചോദിച്ചത്? ഞാൻ ചായ ഇടാല്ലേ പറഞ്ഞോളൂ, കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. കേട്ടോ അനന്തു, ഇവരുടെ ഭർത്താവ് മരിച്ചിട്ട് 2 മാസം ആയതേ ഉള്ളൂ. ഒരു വീടോ ആണെന്നുള്ള എന്തെങ്കിലും ഒരു വിഷമം ഇവർക്കുണ്ടോ? എന്റെ നാട്ടിലെ വിഡോസ് ഒന്നും ഇങ്ങനെയല്ല. പ്രായമായില്ലേ, എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി നാമം ജപിച്ചുകൂടെ? ഇങ്ങനെ ചാമഞ്ഞൊരുങ്ങി നടന്നോളൂ, കൾച്ചറില്ലാത്ത തള്ള. എടി, പിന്നെ നീ ഫ്രീ ആണെങ്കിലേ നമുക്കൊന്ന് പുറത്തു പോയാലോ? ഞാനിവിടെ ബോറടിച്ചിരിക്കായിരുന്നടാ, ഒരു രസമില്ല ഇവിടെ. പെട്ടെന്ന് റെഡി ആവും. ഞാൻ ഡ്രസ് വലിച്ചേട്ടാ. എങ്ങോട്ട് പോവാ? മോൻ ചോദിച്ചാ ഞാൻ എന്ത് പറയണം? അനന്ത് വണ്ടി എടുക്കും. മോനെ നീ എത്തിയോ? ചോറെടുക്കട്ടെ? വേണ്ട, അവളെത്തിയോ അമ്മ? ഇല്ല, നീ പോയതിന്റെ പിന്നാലെ ഇറങ്ങി പോയതാ. എവിടെ പോയതെന്ന് നിന്നോട് അവള് പറഞ്ഞില്ലേ? അവള് പോയത് എന്നോട് പറഞ്ഞില്ല. അവളുടെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി കണ്ടിട്ട് എനിക്ക് മനസ്സിലായത്. അവൾക്ക് ട്രെയിൻ പോലെ സ്റ്റോറി ഇടാൻ സമയമുണ്ട്, എന്നെ ഒന്ന് വിളിച്ച് പറയാൻ മാത്രം അവൾക്ക് സമയമില്ല. നിനക്കറിയാവുന്ന പയ്യനല്ലേ അത്? എനിക്കറിയില്ല. അവള് ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൂടെ കൊണ്ട് നടക്കുക. അവൾ ഇവിടുന്ന് പോയപ്പോ തന്നെ അമ്മയ്ക്ക് ഒന്ന് വിളിച്ച് പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് എന്റെ സമാധാനം കളയുന്നത്? നിനക്ക് എന്നോട് ആവശ്യമില്ല, ചാടിക്കടിക്കാൻ അറിയാലോ. നിന്റെ ഭാര്യയെ നിലക്കിർത്താൻ നിനക്കറിയില്ലേ? അവളുടെ കയ്യിലെ പൂത്ത കാശിന്റെ വിലയ്ക്ക് വാങ്ങിയ 2 അടിമകളാ ഞാനും അമ്മയും. അമ്മ എവിടെ ചവിട്ടി തേക്കുമ്പോൾ പോലും ഞാൻ മിണ്ടായിരിക്കുന്നത് അറിയാമോ? എന്റെ ഗതികേട് കൊണ്ടാ. എന്റെ കയ്യിൽ 4 കാശുണ്ടായിരുന്നെങ്കിൽ അവളുടെ മോത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞു കൊടുത്തേനെ. എന്നെ ഇങ്ങനെ ഗതികെട്ടവൻ ആക്കാൻ കാണാൻ അമ്മ ഓടിയാ. ആയ കാലത്ത് അച്ഛൻ ദൂർത്തടിച്ചതിന്റെ ബലമാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു വീടും പോയി, കട മുഴുവൻ എന്റെ തലയിലും. ഇവിടെ മോനെ മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളെ കുറിച്ച് നീ ഇങ്ങനെ ഒന്നും പറയാതെ. മതി പുരാണം പറയുന്നത്. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന തലയിൽ ചുമക്കേണ്ട ഗതികേടായിപ്പോ എനിക്ക്. എവിടെയായിരുന്നു ഇന്നത്തെ കറക്കം? നിനക്ക് പോകുന്നതിന് അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? വിഷ്ണു എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടില്ലായിരുന്നോ? ആരെയും ചോദിക്കുമ്പോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കാണിച്ചു കൊടുക്കണം. ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ നീ എന്താ തമാശ അടിക്കുകയാണോ? നിന്റെ കൂടെ ഉണ്ടതും നിന്റെ മറ്റവനല്ലേ അനന്തു. വിഷ്ണു, മൈൻഡ് യുവർ ലാംഗ്വേജ്. തീരെ താ സ്വഭാവം കാണിക്കല്ലേ. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പുറത്തു പോയി നിനക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രശ്നമുണ്ട്. ആളുകൾ എന്നോടാ ചോദിക്കുന്നത്. വല്ലവന്റെ കൂടെ എന്റെ ഭാര്യയെ കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അറ്റ്ലീസ്റ്റ് നീ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോ എന്റെ അമ്മയെടുത്തെങ്കിലും പറഞ്ഞിട്ട് വെക്കൂടെ? എനിക്ക് അവരെന്നല്ല ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ തന്നെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അവനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാനും പറ്റൂല. പിന്നെ എനിക്ക് നാട്ടുകാരും വീട്ടുകാരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ തീരുമാനിക്കുന്നത്. എന്റെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ താനാരാ?
താ എവിടെ പോകുന്നു എന്തിനു പോകുന്നൊക്കെ ഞാൻ അന്വേഷിക്കാറുണ്ടോ? പിന്നെ എന്തിനാണ് എന്റെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? നിനക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് നീ നശിപ്പിക്കുന്ന എന്റെ ജീവിതം കൂടെയാണ്. ഒരു കമ്മിറ്റ്മെന്റ്സും ഇല്ലാതെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം? ഒരു ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതിന് മാത്രം ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? പിന്നെ നീ ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൊണ്ടുനടക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം അവന്റെ തനി സ്വഭാവം പുറത്തു വരും. അന്നേ നീ പഠിക്കൂ. നാശം, ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായി ഇപ്പൊ എന്റേത്. ഞാൻ വിളിക്കാം. മോളെ, ഇന്നലെ രാത്രി വിഷ്ണു എങ്ങോട്ടാ ഇറങ്ങിപ്പോയത്? നിങ്ങൾ തമ്മിൽ വഴക്കായോ? ഓ, അപ്പൊ എല്ലാം ഒളിഞ്ഞെന്ന് കേക്കായിരുന്നു. ഞങ്ങൾ തമ്മിൽ തെറ്റിക്കാനാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? മോളെ, ഞാൻ അവനോട് എന്ത് പറയാനാ? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. ഇന്നലെ മോളാ പയ്യനോടൊപ്പം പുറത്തു പോയത് അവൻ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. ഇനി അങ്ങനെ ഒന്നും ചെയ്യല്ലേ മോളെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. ഓ, അപ്പൊ നിങ്ങൾ അങ്ങനെ സ്വയം ഊഹിച്ചു ഞാൻ അവന്റെ കൂടെ പുറത്തു പോയതാ പ്രശ്നമൊന്നും അല്ല. നിങ്ങളെ ഭർത്താവിന്റെ കാലം കൊണ്ടുപോയിട്ട് ഇപ്പൊ കാലം കുറെ ആയല്ലോ. എത്ര ഉണ്ട് നിങ്ങൾക്ക് അവീതം? അനാവശ്യം പറയരുത്. ഓ, ഒരുപാട് പതിവൃതിയും ചമയണ്ട. പുറത്തിറങ്ങി അന്വേഷിച്ച് അറിയാം ഓരോ ചരിത്രം. നാവിൽ എല്ലില്ലാന്ന് വെച്ച് എന്തും വിളിച്ചു കൂവരുത്. ഇതോർത്ത് നീ വിഷമിക്കേണ്ടി വരും. എന്റെ എച്ചില് തിന്നുന്ന പട്ടിയാണ് നിങ്ങള്. നിങ്ങൾ എന്റെ മുഖത്തേക്ക് കുരയ്ക്കുന്നോ? ഇറങ്ങി പൊക്കോളെ ഇവിടുന്ന്. കാണിച്ചത് കാണിച്ചത് താനെ തല്ലിയല്ലേ, എനിക്ക് കാണിച്ചു തരാൻ ഞാൻ എന്റെ ഡാഡിയുടെ അടുത്ത് പോവാ. എന്റെ ഡാഡി അങ്ങനെ അറിഞ്ഞോണ്ടല്ലോ രണ്ടിനെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ വിടൂല. നോക്കിക്കോ. എന്തിനാ മോനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയേ? വെറുതെയോ? ഇന്ന് അമ്മയോട് ഇത്രയും ചെയ്തോളൂ, നാളെ ഞാൻ ഇല്ലാത്ത സമയത്ത് അമ്മയെ കൊല്ലാൻ നോക്കില്ലെന്ന് ആര് കണ്ടു? അവൾ ഇനി അവളുടെ ഡാഡി അടുത്തെങ്ങാനും പോയി പറഞ്ഞാ നീ എന്താ സംഭവിക്കാൻ പോണേ? എന്ത് ചെയ്യാനെന്ന്? ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമായിരിക്കും. ഈ ബന്ധം അങ്ങ് അവസാനിക്കുമായിരിക്കും. അവസാനിക്കട്ടെ, കുറച്ച് സമാധാനം കിട്ടുമല്ലോ. മോളെ, മോളെ, അമ്മേ, അവളങ്ങ് പോട്ടെ. ഡാഡി ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ തല്ലി അയാളുടെ കൂടെ ഞാൻ ജീവിക്കൂല. പിന്നെ എന്താ അതിന്റെ ഉദ്ദേശം? ഇവിടെ തന്നെ നിൽക്കാനാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്റെ കൊണവതയാരൊന്നും അങ്ങേരെ അറിഞ്ഞിട്ടില്ല. ഇനി നീ ആയിട്ട് അത് അറിയിക്കാൻ പോകരുത്. ഒരിക്കൽ ഒളിച്ചോടിയ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാവോ? അവനൊരു പാവം ആയതുകൊണ്ടേ നിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ചകയാൻ പോയില്ല. അന്ന് എന്റെ ക്യാഷ് ഉള്ളത് കൊണ്ട് അതെല്ലാം ഞാൻ ഒതുക്കി തീർത്ത്. നമ്മളതിൽ ക്യാഷ് ഉണ്ടല്ലോ ഡാഡി. പിന്നെ എന്തിനാ ഇവനെയൊക്കെ പേടിക്കുന്നേ? എനിക്ക് ഇവനൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് പോവാം. അവൻ എന്തിനാ തല്ലിയെന്നൊക്കെ എനിക്കറിയാം. എന്റെ പൊന്നു മോളെ, നിന്റെ സ്വഭാവ മഹിമയെന്ന് നീ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ തള്ള അവിടെ നിൽക്കുന്നതിന് നിനക്കെന്ത്? ദേ, നീ ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം പണത്തിന്റെ പുങ്കാണെങ്കിൽ എന്റെ പൊന്നു മോളെ നീ ഇത് കേക്ക്. ബിസിനസ് എല്ലാം പൊളിഞ്ഞ് നിന്റെ ഈ ഡാഡി കടത്തിന്മേൽ മുങ്ങിയാണ് നിൽക്കുന്നത്. നീ അവിടെ സമാധാനമായിട്ട് കഴിയണല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നെ ഇതൊന്നും അറിയിക്കാത്തത്. മര്യാദക്ക് തിരിച്ചു പോക്കണം. അവരെന്താ പറയുന്നതെന്ന് കേട്ടെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. നിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞാലേ അവർ നിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പും. പിന്നെ ആളുകളുടെ മുമ്പിൽ നീ വെറും കോമാളി. നിനക്ക് വല്ല മനസ്സിലാവണം. ആ ശരി, ഞാൻ പോവാ. പക്ഷേ ആ വീട് എന്റെ പേരിലായിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പേ ഞാൻ ആ വീട്ടിലെ മഹാറാണിയാ. അവരൊക്കെ എന്റെ അടിമയും. എനിക്ക് അത് മതി. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ജനിച്ചപ്പോ മുതലേ വാക്കാത്ത സ്വർണ്ണ കാണ്ടി വെച്ചു കൊടുത്തല്ലേ വളർത്തിയത്. അഹങ്കാരം പിടിച്ച സാധനം. തള്ളേരെ മോള് തന്നെ. എന്തേ ഡാഡി അടുത്ത് പോകുന്നില്ലേ? ഞാൻ ഇറങ്ങിപ്പോയെന്ന് വിചാരിച്ചേ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കണല്ലേ? എന്റെ ശല്യം അങ്ങ് തീർന്നെന്ന് വിചാരിച്ചോ? അങ്ങനെ ഇവിടെ ആരും സമാധാനത്തോടെ ഇരിക്കാന്നൊന്നും വിചാരിക്കണ്ട. എന്നെ തല്ലിയതിനെ ഞാൻ പകരം ചോദിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഇവൾക്ക് ബുദ്ധിയില്ലെങ്കിലും ഇവിടെ ഡാഡിക്ക് ബുദ്ധിയുണ്ട്. ഫുഡ് എടുത്ത് വെച്ചേ. അയ്യോ മോളെ, ആഹാരം ആകുന്നേ ഉള്ളൂ. ഞാൻ കറക്റ്റ് 1 മണിക്ക് എന്നെ ഫുഡ് കഴിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? മോള് പോയിട്ട് പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല, അല്ലെ ഞാൻ റെഡിയാക്കി വെച്ചേനെ. ഓ, ഞാൻ എന്താ അത് വഴി പോകുന്നു കരുതിയോ? നിങ്ങൾക്ക് ആ കൂടി കിച്ചൺ ഡ്യൂട്ടിയല്ലേ ഇവിടെ ഉള്ളൂ. അത് മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലേ? നിങ്ങൾ കാരണം എന്റെ എല്ലാ ഡയറ്റ് പ്ലാനും തെറ്റിക്കൊണ്ടിരിക്കുക. ഒരു നേരം ആഹാരം കഴിക്കാൻ മുടങ്ങി പറഞ്ഞേ നീ ചത്തൊന്നും പോയില്ല. അത്രയ്ക്ക് വിശപ്പുള്ളവനാണെങ്കിൽ എന്ത് ചെയ്യണം? അടുക്കളയിൽ കയറി എന്തെങ്കിലും ഉണ്ടായി കഴിക്കണം. നിനക്ക് അമ്മയെ കണ്ടുകൂടാ. അമ്മയ്ക്ക് വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാണമില്ലാതെ അവരുണ്ടാക്കുന്ന വാങ്ങിച്ച് കഴിക്കാൻ അറിയാം. പോയി ദേഹനി പോലെ ചെയ്യാൻ നോക്ക്. I will show you. ഓ, ഒന്ന് പോടി.
എടി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നിന്റെ അമ്മായിയമ്മ തള്ള അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ തള്ള എടുക്കാൻ പറ, എന്റെ കാര്യം നോക്കണം. നിന്റെ ഭർത്താവ് എവിടെ? അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിയാടാ, അതുകൊണ്ടല്ലേ നിന്റെ അടുത്ത് ഇപ്പൊ വരാൻ പറഞ്ഞേ. അല്ലെ ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കുവോ? ഇങ്ങോട്ട് ഒഴിക്കട്ടാ. നീ ഒഴിമുത്തേ. എടി നീ എന്ത് സുന്ദരിയാ, എനിക്ക് അവനെ കിട്ടിയുള്ളൂ. എന്ത് ചെയ്യാ, എന്റെ വിധി. എനിക്ക് കമ്പനി നീ ഉണ്ടല്ലാടാ, എനിക്ക് അത് മതി. ഇവിടെ പോകാണ് എത്രയും കഷ്ടപ്പെട്ട വെറുതെ ഇറങ്ങി പോടാ പട്ടി. കുപ്പി വാങ്ങാനും മറ്റേത് വാങ്ങാനും എല്ലാത്തിനും ഞാൻ വേണം. എന്നിട്ട് ഇന്നലെ ഞാൻ നിന്നെ ഒന്ന് തൊട്ടപ്പോൾ നീ എന്ത് ഷോ അടി അവിടെ ഇറക്കിയത്. ഞാൻ നിന്റെ നിന്ന് എല്ലാം എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ നിനക്ക് ചെയ്തു തരുന്നത്. അല്ലാതെ എന്റെ തലയ്ക്ക് എന്താ ഓളോ? പോടാ ബാസ്റ്റേർഡ്. കെട്ടൊക്കെ വിട്ടോ? ഇന്നലെ ഇവിടെ എന്താ നടന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ആൺകുട്ടികളെ ഫ്രണ്ട്സായിട്ട് തിരഞ്ഞെടുക്കുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ അതിൽ നല്ലതേതാ ചീത്ത ഏതാ എന്ന് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാവണം. നീ അവനെ കണ്ടത് നല്ലൊരു ഫ്രണ്ടായിട്ടാ, പക്ഷെ അവൻ നിന്നെ കണ്ടതോ മറിച്ച് വേറൊരു കണ്ണിലും. ഇന്നലെ ഇവിടെ സംഭവിച്ചതൊക്കെ വിഷ്ണു അറിഞ്ഞാലത്തെ അവസ്ഥ അറിയാലോ. ചായ കുടിക്ക്. ഹലോ എടാ, നിന്റെ മനസ്സിരിപ്പ് ഇതായിരുന്നല്ലേ? നീ കാരണം തള്ളേരെ മുമ്പിൽ എനിക്ക് വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, അറിയോ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു ഇന്നലെ കടന്ന് നില വിളിക്കാൻ? എന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചെന്നാ പോരെ? നിന്റെ ആഗ്രഹം ഒന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല. ഫോൺ വെച്ചിട്ടൂടെ പട്ടി. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? എന്നോടാണോ? അതോടെ വേറെ ആരും ഇല്ലല്ലോ. അല്ല, ഞാൻ എവിടെ നിന്ന് മാറിയപ്പോ ഇവിടെ എന്താ സംഭവിച്ചത്? അതൊക്കെ പറയാം, നീ വാ കഴിക്കാൻ. നീ കഴിക്കാൻ വരുന്നില്ലേ? ആ, എന്താ വരുന്നത്? അയ്യോ അമ്മ, ചപ്പാത്തിയോ? ദിയ ചപ്പാത്തി കഴിക്കില്ലല്ലോ. നിനക്ക് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരണോ? വേണ്ട, ചപ്പാത്തി കഴിച്ചോളാം ഞാൻ. ഇപ്പൊ നിനക്ക് തിരിച്ചു വിളിക്കാനൊക്കെ അറിയാം. എടാ, നീ ആ ഫോട്ടോയും വീഡിയോസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം പ്ലീസ്. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ? അതെ, പക്ഷെ എന്റെ ആഗ്രഹം നീ നടത്തി തന്നേ പറ്റൂ. ഞാൻ നാളെ നിന്റെ വീട്ടിലേക്ക് വരും, പേടിക്കണ്ട. നിന്റെ കെട്ടിയാൻ പോയിട്ടേ ഞാൻ വരുള്ളൂ. അപ്പൊ അതിന് മറുപടി പറഞ്ഞാൽ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഹലോ ഹലോ ദിയ, ഓ സോറി, കോളിലായിരുന്നു. ഞാൻ പിന്നെ വരാം. ഇല്ല, വിഷ്ണു പറഞ്ഞോ? ഒന്നുമില്ല, തനിക്ക് എന്താ ഒരു മാറ്റം? എന്ത് പറ്റി? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്തേ? ഇല്ല, വെറുതെ ചോദിച്ചതാ.
വിഷ്ണു എന്നോട് ദേഷ്യം എന്തെങ്കിലും ഉണ്ടോ? എടോ, എനിക്ക് തന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഇപ്പം തന്നെ തന്നിലുണ്ടായ ചെറിയ മാറ്റം പോലും എനിക്ക് എന്ത് സന്തോഷം ഉണ്ടായെന്ന് അറിയാമോ? അപ്പൊ ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞാ ഇഷ്ടം പോവോ? എടോ, എനിക്ക് തന്നെ അറിയാമെന്നുള്ളതുകൊണ്ടല്ലേ താൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ വിട്ടിട്ട് പോകാത്തത്. എനിക്കറിയായിരുന്നു താൻ എന്തെങ്കിലും ഞാൻ വിചാരിക്കുന്നവർത്തൊരു ഭാര്യയാകുമെന്ന്. ദൈവമേ, ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ ഞാൻ ഇത്രയും നാളും വേദനിപ്പിച്ച്. ഇനി എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്താകും എൻ്റെ അവസ്ഥ? പുറത്തോട്ടിറങ്ങി വാടി. എടാ, ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടാ കണ്ട. നീ എന്നോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. നീ വലിയ പുണ്യവതി. ഒരു കെട്ടിയൻ ഉണ്ടായിട്ടല്ലേ നീ എന്നെ കൊണ്ട് നടന്നത്? വല്ല കുടുംബത്തിൽ പറഞ്ഞ പെമ്പിളെ ചെയ്യുന്ന പണിയാണത്. പിന്നെ കുറെ പൈസ ഉണ്ടെന്നുള്ള അഹങ്കാരം അവക്ക്. ശരിയാ, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് ശരിക്കും അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. പണത്തിന് മീതെ പരുന്നും പറക്കൂല എന്നുള്ളൊരു അഹങ്കാരം. പക്ഷേ പൈസയേക്കാൾ ചില ബന്ധങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഉണ്ടെന്ന് എനിക്കിപ്പോൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര പണം വേണമെങ്കിലും തരാം, നീ എന്നൊന്ന് വെറുതെ വിടണം. പൈസ മാത്രം പോരാ, കൂടെ നിന്നെയും. അല്ല, ഞാൻ അയച്ച ഫോട്ടോസും വീഡിയോസൊക്കെ നീ കണ്ടില്ലേ? നീ നിന്റെ പഴയ കാമുകനെ ഒളിച്ചോടിയപ്പോൾ ഉള്ള ലീലാവിലാസങ്ങളെല്ലാം എൻ്റെ ഈ ഫോണിനകത്തുണ്ട്. അത് നിന്റെ ഭർത്താവിനും അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ. എല്ലാവരെയും ഞാൻ അറിയിക്കാം. എടാ പ്ലീസ്, അവരെയൊന്നും അറിയിക്കരുത്. ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്ത് വേണേലും ചെയ്യും. എന്നാ നാളെ ഞാൻ വിളിക്കുന്നിടത്ത് നീ വരണം. ഇപ്പൊ ഞാൻ പോട്ടാ, ശരി, കാണാം. വാ. നീ എന്തിനാ ഡോർ ലോക്ക് ചെയ്തത്? നിനക്കെന്തിന്റെ പേടിയാണ്? ഞാൻ എന്തിനാ നിന്നെ പേടിക്കുന്നേ? എനിക്കേ കുറച്ച് സംസാരിക്കാനുണ്ട്. നീ പറഞ്ഞു, ഈ ദിവസം മുഴുവനും നമുക്കുള്ളതാ. ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്തേ. അതൊക്കെ ഞാൻ ചെയ്യാം. നിന്റെ എക്സ് ഇല്ലേ, ലെവനെ കൂടെ വിളിക്കണമെന്ന് വിചാരിച്ച, അത് എന്റെ കാര്യം നടക്കട്ടെ. നീ ആ ഫോട്ടോസും വീഡിയോസും വെച്ചിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നെങ്കിൽ നിനക്ക് അത് വെച്ചൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്റെ അഹങ്കാരത്തിന് ഇപ്പോഴും ഒരു കുറവില്ല. ഇല്ലടാ, നീ എനിക്കൊരു സർപ്രൈസ് തന്നില്ലേ? അതേപോലെ ഞാൻ നിനക്കൊരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? കാണും. മീര, നീ എന്താ ഇവിടെ? നീ കുഞ്ഞിന്റെ സ്കൂളിൽ പോയില്ലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ ഓഫീസ് എപ്പോഴാണ് ഇങ്ങോട്ട് മാറ്റിയേ? നിനക്ക് ഇവിടെ എന്താ പണിയെന്ന് നിന്റെ ഭാര്യ പറഞ്ഞൊന്ന് മനസ്സിലായിക്കോട്. അവളും കൂടെ അറിയട്ടെ നിന്റെ ഇവിടുത്തെ ലീലാവിലാസങ്ങളൊക്കെ. മീര, നീ ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. നിങ്ങൾ ഇത്രക്കാരനായിരുന്നോ? അവളുടെ പാസ്റ്റ് ലൈഫിൽ അവർക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ട് അത് വെച്ച് ബ്ലാക്ക് മെയിൽ നിങ്ങൾക്ക് നാണമില്ലേ? നിന്റെ ഭർത്താവിന് പെണ്ണും പണവും മാത്രം മതി. ഇവൻ അത്തരക്കാരനാണെന്ന് മനസ്സിലാക്കാൻ നീ വൈകിപ്പോയി. നിന്റെ ഭാഗത്തുകൊണ്ട് തെറ്റ്. നിന്റെ അഹങ്കാരം എടുത്തുചാട്ടം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നിനക്ക് ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത്. ഇനി ഭാര്യ കുഞ്ഞെന്നും പറഞ്ഞ പിറകെ വന്നോണ്ടല്ലോ എനിക്ക് നിങ്ങളെ കാണണ്ട. മീര, മീര, മീര. മോളെ, നിനക്ക് തിരുത്താൻ ഇനിയും സമയമുണ്ട്. നീയും എൻ്റെ മോനുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാനാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായിട്ട് ഞാൻ ഉണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഏത് വൃദ്ധസാധനത്തിൽ പോകാനും ഞാൻ തയ്യാറാണ്. എൻ്റെ മോനെ നീ വെറുക്കരുത്. അമ്മയോട് ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടാ ഞാൻ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു ക്ഷമ പറച്ചിലുകൊണ്ടൊന്നും ഞാൻ ചെയ്ത തെറ്റൊന്നും തീരൂലെന്ന് എനിക്കറിയാം. എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഒരമ്മയുടെ ശാസനയും സ്നേഹവും ഒന്നും കിട്ടാത്തത് കൊണ്ടാ ഞാൻ എങ്ങനെയൊക്കെ ആയിപ്പോയത്. അമ്മയുടെ സ്വന്തം മോളെ പോലെ കണ്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കില്ലേ?